പിന്നെ ഞാൻ കുറച്ച് നാളുകളായി മോദിജിയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല, അതിന് ഞാൻ കണ്ട എൻ്റെ പിതാവിനെ തന്നെയാണ്. കാരണം എന്ത് ചെയ്യാനുള്ള ധൈര്യം, ജനങ്ങൾക്ക് ഉപകാരമാണോ പിന്നെ വേറെ നോട്ടൊന്നുമില്ല. അങ്ങനെ ഒരു മനുഷ്യനെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ പെൺമക്കൾക്കും അച്ഛന്മാരോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ ഒരു ഇത് ആരിൽ കാണണോ അവരോട് നമുക്കൊരു സ്നേഹം തോന്നും. അങ്ങനെ തുടങ്ങിയ സ്നേഹമാണ് ഈ കഴിവുള്ള ഭരണാധികാരിയുടെ ഇതിൽ എൻ്റെ മനസ്സ് ഇഷ്ടപ്പെട്ടു പോയത്. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആരാധിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഈ എന്നോട് പലരും ചോദിച്ചു എന്തുകൊണ്ട് ബി ജെ പി എന്നാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരം ഞാൻ പറഞ്ഞു മോദിജി. വേറെ ഒരു വാക്കുമില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകർഷ്ടയായിട്ട് തന്നെയാണ് ഞാനിതിൽ വന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ വന്നത് ട്രെയിനിലാണ്, വന്ദേ ഭാരത്. നേരത്തെ പത്മനാഭൻ പറഞ്ഞ മാതിരി ആ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് വന്ദേ ഭാരത് ഇന്ത്യ ഗവൺമെൻറ് മാതിരിയാണ്. നല്ല എന്താ സൗകര്യങ്ങൾ, സമയത്തിനെത്താം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്ന 5ാമത്തെ 6ാമത്തെ കൽക്കരി വണ്ടിയിലാണ്. കാരണം അത് ഓടുമില്ല, ഉള്ളവരും മുഴുവൻ ഇറങ്ങിയിട്ടുള്ളൂ, ആരും കയറുന്നില്ല. ആ രീതിയിലാണ് ഇപ്പം കോൺഗ്രസ് പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. എനിക്ക് പിന്നെ ഒരാളെ കൂടി പറ്റി പറയാനുണ്ട്. ഇവിടെ ഒരു നേതാവ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്, എന്താ രാഹുൽ മാമൂദ്. അദ്ദേഹമൊക്കെ ഇങ്ങനെ ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ മാതിരി യൂത്തുകാരില്ല. അവിടെ ഇവിടെയും പൊട്ടി മുളച്ച് സോഷ്യൽ മീഡിയയിൽ കൂടി നേതാക്കന്മാരെ മടിയടിച്ചിട്ടും. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നേതാവിൻ്റെ കൂടെ ഇരുന്നിട്ട് അപ്പുറത്തെ നേതാവിനെ കൊണ്ടു വയ്ക്കാം, എന്നിട്ട് പറയാം ഞാൻ നിങ്ങളുടെ കൂടെയാട്ടാ, ഇതൊന്നും കൂട്ടണ്ട. എന്നിട്ട് അവിടുത്തെ ന്യൂസ് ഇവിടെ പറയും, ഇവിടുത്തെ ന്യൂസ് അവിടെ പറയും. ഈ പാർട്ടി എങ്ങനെ ഗതി പിടിക്കുക? ഞാൻ ഒന്നും കേൾക്കാത്ത മാതിരി ഇരിക്കും. കാരണം ഞാൻ ഇങ്ങനത്തെ പൊളിറ്റിക്സ് ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല. അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിനോടും എൻ്റെ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് അവരുടെ അച്ഛനും അമ്മയുടെ കാര്യം ഞാൻ പറയുന്നില്ല, എൻ്റെ അച്ഛനും അമ്മേനെയും പറ്റി പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. കാരണം വല്ലാണ്ട് വേദനിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹമാണ് ഇവിടെ നാട്ടുകാരെ നന്നാക്കാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്നറിയോ? ഷാഫിയോട് ഇഷ്ടം കൊണ്ടൊന്നുമില്ല. ഷാഫീനെ വെട്ടാൻ വേണ്ടി കോൺഗ്രസ് ഷാഫീനോട് കൊണ്ടിട്ടു. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒതുക്കണം, അപ്പം പാർലമെന്റിൽ നിർത്തും. അതോടെ ഇവിടുന്ന് പോയി കിട്ടില്ല. അവിടെ പോയ പട്ടിയാന്നേക്ക് പോയമാതിരി അവിടെ ഇരിക്കുകയും ചെയ്യും. ഒരു കാര്യമില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ കോൺഗ്രസിനെയും LDFനെയും ജയിപ്പിക്കുന്നത്? നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ഗവൺമെൻറ്റിനെയല്ലേ നമ്മൾ ജയിപ്പിക്കേണ്ടത്. അതിലെന്തിനാണ് പാർട്ടി നോക്കുന്നത്? എന്തിനാണ് ജാതി മതങ്ങൾ നോക്കുന്നത്? നമ്മൾ ഇപ്പം അവിടെ ഭരിക്കുന്നത് ഇനി വരാൻ പോകുന്നത് എൻ്റെയെന്ന് ഏത് കൊട്ടന്മാർക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ വർഗീയതയുടെ പേരിൽ പലരും ജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട് എങ്ങോട്ടാണ് പോകണം? ആ പറയുന്നവരാണ് ഇന്ത്യ വർഗീയ പാർട്ടിയാന്ന് പറയുന്നത്.